ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ പാചകങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ്. അപ്പോൾ ആ റെസിപ്പികളിൽ ഇനിയിപ്പോൾ ഓണമൊക്കെയാണ്, നമ്മൾ എത്ര ഓണം ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറാക്കാൻ കഴിക്കും. അപ്പം ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ തയ്യാറാക്കും. കാരണം എന്ന് വെച്ചാൽ അമ്മയും അച്ഛനൊക്കെ പ്രായം ചെന്നതായതുകൊണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു നേരം കഴിച്ചില്ലല്ലോ, നമ്മൾ ആഘോഷം വേണ്ടാന്ന് വെച്ചാലോ, വയസ്സ് ചെന്ന മാതാപിതാക്കൾക്കൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ ഓണമില്ല ഓണാഘോഷം ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് അവർക്ക് ഒരു ദിവസമെങ്കിലും നമ്മളൊരു സദ്യ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കത് മനസ്സിൽ കുറ്റബോധമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞു വരുന്നത്, പാചകങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന റെസിപ്പികളിൽ ഇന്ന് ഫസ്റ്റിൽ നമുക്ക് പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പരിപ്പെന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പരിപ്പ് കറി വയ്ക്കുന്നത്, ഞാനും വയ്ക്കാറുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് ഇങ്ങോട്ട് തെക്കോട്ട് ജില്ലകളിലോട്ട് വരുമ്പോൾ ഒറിജിനലായിട്ടുള്ള പരിപ്പ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ഡയറക്റ്റായിട്ട് വേവിച്ചിട്ട് കറി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചെറുപയർ അങ്ങനെയല്ല നമ്മൾ കറി വയ്ക്കേണ്ടുന്നത്. ചെറുപയർ നമ്മൾ ചെറുതായിട്ട് ചുവട് കട്ടിയുള്ള, നമുക്ക് എത്രത്തോളം ചെറുപയർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ, അലൂമിനിയം പാത്രത്തിലിട്ട് അത് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ചെറിയൊരു പൊട്ടി വരുന്നൊരു ഇതാവും. ആ സമയത്ത് അത് ഇറക്കി നിരത്തിയിടുക, അത് കരിഞ്ഞു പോകാതെ. അതിനുശേഷം തണുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമിയെടുത്തു കഴിഞ്ഞാൽ അത് പിളർന്നു വരും. അത് നമ്മൾ മുറത്തിലിട്ട് ഒന്ന് പാറ്റി വൃത്തിയാക്കി അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഇളകി വരുമല്ലോ, അത് പാറ്റി കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുക്കറിലാക്കിയ ശേഷം അതിലേക്ക് 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് 2-3 ആട്ടൊക്കെ മുറിച്ചിടുക. അതേപോലെ 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് അത് തിളച്ച് തൂവി പോകാതിരിക്കാനുള്ള ടിപ്സാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് തിളച്ച് തൂവി ചുറ്റിത്തെറിച്ച് പുറത്തോട്ടൊന്നും പോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ അരമുറി തേങ്ങ, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല മഷി പോലെ അരച്ച് നമ്മൾ ഈ അരപ്പിൽ വെന്ത പയറിൽ ചേർത്തിട്ട് നമ്മളൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെക്കണം. കാരണം പരിപ്പ് കറി എന്ന് പറയുമ്പോൾ വേഗത്തിൽ കുറുകി പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പരിപ്പല്ലേ. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടുന്നത് കടുക് താളിക്കാൻ കടുക്, കറിവേപ്പില, ചുവന്നുള്ളി, വറ്റൽമുളക്, ഇത് ഇത്രയും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. അപ്പോഴത്തേക്ക് ഞാൻ കൊല്ലമാണല്ലോ ഇങ്ങോട്ട് സദ്യക്ക് വെക്കുന്ന ഒറിജിനൽ പരിപ്പ് കറി എന്ന് പറയുന്നത് ഈ ചെറുപയർ വറുത്ത് പൊടിച്ച് അതിൻ്റെ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന കറിയാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരല്പം നെയ്യോ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ പരിപ്പ് കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം ഇങ്ങോട്ടുള്ള പായസം, അച്ചാർ, പിന്നെ എന്താ പറയുക, തോരൻ, അങ്ങനെയൊക്കെ ഓരോ കറികളുടെയും ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താം. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് 1-2 വട്ടം അല്ലെങ്കിൽ ഒരു 3 വട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുന്നതാണ്. സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്നും കൂടിയുള്ള വീഡിയോസ് ഇടാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ.